വെൽക്കം ബാക്ക് ടു ദ ടേസ്റ്റി ടേബിൾ. ഇന്നൊരു പാവയ്ക്ക റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പാവയ്ക്ക അല്ലെങ്കിൽ കൈപ്പയ്ക്ക എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ നാട്ടിൽ. അതുകൊണ്ടുള്ള ഒരു ഉപ്പേരിയോ അല്ലെങ്കിൽ റോസ്റ്റ് എന്നൊക്കെ നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ്. പാവയ്ക്ക കഴിക്കാത്തവർ വരെ ഇത് കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ളത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. ഞാൻ ഇവിടെ 2 പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള, തക്കാളി, കറിവേപ്പില. ഒരു ചട്ടി എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലോണം വഴറ്റി കൊടുക്കാം. സവാള നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. തക്കാളി വഴഞ്ഞതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യാം. ഞാൻ കൈപ്പയ്ക്കയും പച്ചമുളകും രണ്ടും കൂടി ഗ്രീൻ ആകുമ്പോൾ അബദ്ധത്തിൽ കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.25 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് സോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ പാവയ്ക്ക അത് ചേർത്ത് കൊടുത്തിട്ട്, ഞാനിപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു അര ഗ്ലാസ്സാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടൊരു 10 മിനിറ്റ് ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റ്സ് കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മളുടെ പാവയ്ക്ക ഉപ്പേരി അല്ലെങ്കിൽ പാവയ്ക്ക റോസ്റ്റ്. ഞാൻ അതിനിടയിൽ പാവയ്ക്ക ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കുക്കായിട്ടുണ്ടോയെന്ന്. അപ്പോൾ 2 മിനിറ്റ്സ് കൂടി ഞാൻ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എരിവും പിന്നെ ഉപ്പൊക്കെ പാകത്തിനുണ്ട്. പാവയ്ക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ പാവയ്ക്ക ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കയ്പൊന്നും അധികം അറിയില്ല. ഞാൻ ലാസ്റ്റ് കുറച്ചും കൂടി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. താങ്ക്